അങ്ങനെ രാവിലെ തന്നെ എണീച്ച് ബ്രേക്ക്ഫാസ്റ്റും പ്രിപ്പയർ ചെയ്ത് ഒരു ചായയും കുടിച്ച് നേരെ വിട്ടു. ഇന്നത്തെ സലാലയിലെ ആദ്യ യാത്ര വാദി ദർബാത്തിലോട്ടാണ്. സലാലയിലെ ഒരു മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടാണ് വാദി ദർബാത്ത്. പോകുന്ന വഴിയിലാണ് വാണ്ടറിംഗ് ഫുഡിയെ കാണുന്നത്. ഒരു ഹായും കൊടുത്ത് നേരെ വിട്ടു. കുറച്ചപ്പുറം എത്തിയപ്പോഴാണ് RJ അക്ഷയനെ കാണുന്നത്. പ്രമുഖരായിട്ടുള്ള ഇവർ രണ്ടുപേരെയും സലാലയിൽ വെച്ച് കാണാനാണ് ഭാഗ്യമുണ്ടായത്. 5 റിയാലാണ് ഈ ബോട്ടിന് ചാർജ് ചെയ്യുന്നത്, അതായത് നമ്മുടെ 50 ദിർഹം. ഏകദേശം 20 മിനിറ്റോളം ഈ ഒരു വാദിയിലൂടെയുള്ള യാത്ര. ഒറ്റ കാഴ്ചയിൽ വെള്ളത്തിന്റെ അടിഭാഗം കാണാൻ പറ്റുമെങ്കിലും വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സ്പോട്ടാണ്. കഴിഞ്ഞ വർഷം ഒരു മലയാളി കുടുംബം ഇവിടെ അപകടത്തിൽപ്പെടുകയും 12 വയസ്സുള്ള ഒരു മകൻ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ബോട്ട് യാത്ര കഴിഞ്ഞപ്പോൾ ഒരു കണ്ണാടി കണ്ട പിന്നെ നമ്മുടെ സ്ഥിരം ഫോട്ടോ കീച്ച്. അത് കഴിഞ്ഞ് 40 ദിർഹംസ്, അതായത് 4 റിയാലും കൊടുത്ത് ഒരു സിപ്പ് ലൈൻ യാത്ര. 12 മണിയോടുകൂടി വാദി ദർബാത്ത് വ്യൂ പോയിന്റിലോട്ട് നേരെ വിട്ടു. അത്യാവശ്യം നല്ല തിരക്കുമുണ്ട്, അത് മാത്രമല്ല നല്ല വിശപ്പും. ഈ റെസ്റ്റോറന്റിലെ സ്പെഷ്യൽ ആയിട്ടുള്ള മീറ്റ് ഷുവ നിർബന്ധമായും കഴിക്കണം. അതിനുശേഷം ആന്റി ഗ്രാവിറ്റി സ്പോട്ടിൽ പോയി വാഹനം ഒന്ന് പരീക്ഷിച്ചു നോക്കി. ഇനിയുള്ള യാത്ര ജബൽ സമ്ഹാനിലോട്ടാണ്. ഈ യാത്ര വളരെ സുന്ദരമായ ഒരു കാഴ്ചയായിരുന്നു. റോഡിന്റെ ഇരുവശങ്ങൾ പച്ചപ്പ് വിരിച്ച മൈതാനങ്ങളും മൃഗങ്ങളും. ജബൽ സമ്ഹാൻ വളരെ ഭംഗിയുള്ളതും ഒരു മലയുടെ മുകൾ പ്രദേശവുമാണ്. അതുകൊണ്ട് തന്നെ കോടയുടെ സാന്നിധ്യം വളരെ ഭംഗിയുള്ളതാക്കുന്നു. കുറച്ചു നേരം അവിടെ ഇരുന്ന് കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം തിരിച്ച് സലാലയിലോട്ട് യാത്ര തുടങ്ങി. പോകുന്ന വഴിയിൽ കോടമഞ്ഞ് കൂടിയപ്പോൾ കുട്ടികൾക്കൊരാഗ്രഹം ചിറാപുഞ്ചിയുടെ വീഡിയോ എടുക്കണമെന്ന്. അതും അങ്ങ് കാഴ്ച. സലാലയിൽ എത്തിയപ്പോൾ എന്റെ സുഹൃത്തിന്റെ വാപ്പ കുറച്ച് ഫിഷ് കൊണ്ടുതന്നു. അതൊരു ഫിഷ് ഗ്രിൽ ചെയ്യുന്ന ഒരു റെസ്റ്റോറന്റ് കൊടുത്ത് കുക്ക് ചെയ്ത് കഴിച്ചു. എനിവേ, താങ്ക് യു സോ മച്ച്.